മുൻ MLA MK പ്രേംനാഥ് 2023 സെപ്റ്റംബർ 29 മുൻ MLA ആനത്തലവട്ടം ആനന്ദൻ 2023 ഒക്ടോബർ 5 മുൻ MLA R രാമചന്ദ്രൻ 2023 നവംബർ 21 മുൻ മന്ത്രി P സിറിയക് ജോൺ 2023 നവംബർ 30 മുൻ MLA കാനം രാജേന്ദ്രൻ 2023 ഡിസംബർ 8 മുൻ MLA ശ്രീ K കുഞ്ഞിരാമൻ 2023 ഡിസംബർ 13 മുൻ മന്ത്രി ശ്രീ KP വിശ്വനാഥൻ 2023 ഡിസംബർ 15 മുൻ മന്ത്രി TH മുസ്തഫ 2024 ജനുവരി 14 അന്തരിച്ചു. ശ്രീ MK പ്രേംനാഥ് പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും മുൻ MLAയുമായ MK പ്രേംനാഥ് 2023 സെപ്റ്റംബർ 29 അന്തരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ചോമ്പാലയിലെ കുന്നമ്പത്ത് നാരായണക്കുറുപ്പിൻ്റെയും പത്മാവതി അമ്മയുടെയും മകനായി ജനിച്ച MK പ്രേംനാഥ് സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത്. ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പ്രേംനാഥ് മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ നിന്ന് ബിരുദം, കേരള സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം, കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, ഭാരതീയ വിദ്യാഭവനിൽ നിന്നും പത്രപ്രവർത്തനത്തിൽ PG ഡിപ്ലോമ എന്നിവ കരസ്ഥമാക്കി. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടിയ ശേഷം വടകരയിൽ അഭിഭാഷകനായി പ്രവർത്തനം ആരംഭിച്ച പ്രേംനാഥ് യുവ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ദേശീയ സമിതി അംഗം, ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ നിലയിൽ പ്രവർത്തിച്ചു. 1976 അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിയമം ലംഘിച്ച് കോഴിക്കോട് ജാഥ നടത്തി അറസ്റ്റ് വരിച്ചു. പോലീസ് മർദ്ദനത്തിനിരയായി. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായ ജോർജ് ഫെർണാണ്ടസുമായി അടുത്ത ബന്ധം പുലർത്തിയ പ്രേംനാഥ് ഒട്ടേറെ വിദ്യാർത്ഥി യുവജന സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 2006 വടകര നിയോജകമണ്ഡലത്തിൽ നിന്നും ജനതാദൾ എസിൻ്റെ പ്രതിനിധിയായാണ് 12ാം കേരള നിയമസഭ അംഗമായി പ്രേംനാഥ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വടകര റൂറൽ ബാങ്ക് പ്രസിഡന്റ്, സ്വതന്ത്രഭൂമി മാസികയുടെ പത്രാധിപർ, തിരുവനന്തപുരം പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, KSRTC എംപ്ലോയീസ് യൂണിയൻ HMS സംസ്ഥാന പ്രസിഡന്റ്, ഗ്രാമകേളി സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പ്രേംനാഥ് സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന പുസ്തകവും രചിച്ചിട്ടുണ്ട്. തീർത്തും ലളിത ജീവിതം നയിച്ച മനുഷ്യസ്നേഹിയും പരിശ്രമശാലിയുമായ ഒരു നേതാവിനെയാണ് അഡ്വക്കേറ്റ് പ്രേംനാഥിന്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ കേരളത്തിലെ തൊഴിലാളി സമരങ്ങളിൽ ഊർജ്ജസ്വലനായ നേതാവും മുൻ MLAയുമായ ആനത്തലവട്ടം ആനന്ദൻ 2023 ഒക്ടോബർ 5 അന്തരിച്ചു. ചിറയിൻകീഴ് ആനത്തലവട്ടത്ത് V കൃഷ്ണൻ്റെയും നാണിയമ്മയുടെയും മകനായി 1937 ഏപ്രിൽ 22 ജനിച്ച ആനത്തലവട്ടം ആനന്ദൻ സ്കൂൾ പഠനകാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. കയർ തൊഴിലാളിയായിരിക്കെ തൊഴിലാളി സംഘടനാ പ്രവർത്തനം തുടങ്ങി. അദ്ദേഹം 1954 ഒരെണ്ണ കൂടുതൽ കൂലിക്ക് വേണ്ടി നടന്ന കയർ തൊഴിലാളി പണിമുടക്കിന് നേതൃത്വം നൽകി. ആനത്തലവട്ടം ആനന്ദൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യപടിയായിരുന്നു ആ സമരം. 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ അദ്ദേഹം 1958 നാട്ടുകാരെ സംഘടിപ്പിച്ച് ആനത്തലവട്ടത്ത് ആദ്യ കയർ സഹകരണ സംഘം രൂപീകരിക്കുകയും അതിൻ്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. തുടർന്ന് കയർ തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും മാന്യമായ വേതനവും ഉറപ്പാക്കാനുള്ള ക്ഷീണമായ പോരാട്ടത്തിനോടെ നിരവധി തവണ അറസ്റ്റും ജയിൽവാസവും നേരിട്ടു. ആനന്ദൻ അടിയന്തരാവസ്ഥ കാലത്ത് പിടികിട്ടാപ്പള്ളിയെ പ്രഖ്യാപിക്കപ്പെടുകയും 1976 അറസ്റ്റിലാവുകയും അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നവരെ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. KSRTC ജീവനക്കാർ, മോട്ടോർ വാഹന തൊഴിലാളികൾ, തെങ്ങുകയറ്റ തൊഴിലാളികൾ തുടങ്ങി അസംഘടിത മേഖലകളിൽ നിരവധി തൊഴിലാളി സംഘടനയുടെ നേതാവായി മാറിയ ആനത്തലവട്ടം ആനന്ദൻ CPIM ചിറയൻകീഴ് ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്നും പടിപടിയായി ഉയർന്ന് 1971 CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും 1984 സംസ്ഥാന കമ്മിറ്റി അംഗവും 2009 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. CPIM സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവ്, CITU സംസ്ഥാന പ്രസിഡന്റ്, കയർ എപെക്സ് ബോഡി വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ രംഗങ്ങളിൽ സജീവമായി തുടർന്നു വരികയായിരുന്നു. 1979 84 വരെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. 87, 96, 2006 എന്നീ വർഷങ്ങളിൽ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് 8, 10, 12 എന്നീ കേരള നിയമസഭ അംഗമായി. നിയമസഭയിലെ കയർ തൊഴിലാളികളുടെ ശബ്ദമായിരുന്നു അദ്ദേഹം. 2006 മുതൽ 11 വരെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലയളവിൽ CPIM ചീഫ് വിപ്പായി പ്രവർത്തിച്ചു. അദ്ദേഹം കയർ ഫുഡ് ചെയർമാൻ, കയർ ബോർഡ് ചെയർമാൻ, കയർ ബോർഡ് വൈസ് ചെയർമാൻ എന്നീ നിലകളും പ്രവർത്തിച്ചിട്ടുണ്ട്. നിയമസഭ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെയും പരിസ്ഥിതി കമ്മിറ്റിയുടെയും ചെയർമാനായിരുന്നു. ആനത്തലവട്ടം ആനന്ദൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കയർ മിത്ര ഉൾപ്പെടെ നിരവധി അവാർഡുകളും ആനത്തലവട്ടം തേടിയെത്തി. മാർക്സിസം ലെനിനിസത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരുടെ പ്രിയങ്കരനായ അധ്യാപകനാക്കി മാറ്റി. പറയാനുള്ളത് കൃത്യമായി പറയാനാകുമെന്നതാണ് ആനത്തലവട്ടത്തെ നേതാവാക്കി മാറ്റിയത്. അത് പാർട്ടി വേദിയിലായാലും പൊതുയോഗ വേദിയിലായാലും ചാനൽ ചർച്ചയിലായാലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരിടത്തും ഇടറിപ്പോകുകയോ ആത്മക്ഷോഭത്താൽ മുറിഞ്ഞു പോകുകയോ ചെയ്യാത്ത വാക്കുകളായിരുന്നു ആനത്തലവട്ടത്തിൻ്റെ കരുത്ത്. എല്ലാ വിഭാഗം തൊഴിലാളികളും തൻ്റെ വർഗത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവർക്കായുള്ള പോരാട്ടം കൊണ്ട് സമ്പന്നമായിരുന്നു. സമരമുഖങ്ങളിൽ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത
പൊരുതി ആനത്തലവട്ടമാനന്ദൻ്റെ നിര്യാണത്തിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ആശയതലത്തിൽ സജ്ജമാക്കുന്നതിന് അവിസ്മരണീയമായ സംഭാവന നൽകിയ നേതാവിനെയും മികച്ചൊരു നിയമസഭാ സാമാജികനെയുമാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ ആർ രാമചന്ദ്രൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ MLA-യുമായിരുന്ന ആർ രാമചന്ദ്രൻ 2023 നവംബർ 21 അന്തരിച്ചു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം കളത്തിൽ വീട്ടിൽ രാഘവൻ ഉണ്ണിത്താൻ്റെയും ഈശ്വരി അമ്മയുടെയും രണ്ടാമത്തെ മകനായി 1952 ഒക്ടോബർ 15 ജനിച്ച രാമചന്ദ്രൻ വിദ്യാഭ്യാസ കാലത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി. ASF-ലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചു. 1978 CPI കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയും തുടർന്ന് 1982 ചവറ മണ്ഡലം സെക്രട്ടറിയുമായ രാമചന്ദ്രൻ 1991 പന്മന ഡിവിഷനിൽ നിന്നും കൊല്ലം ജില്ലാ കൗൺസിലിലേക്കും 2000 തൊടൂർ ഡിവിഷനിൽ നിന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 2004 കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഫാമിംഗ് കോർപ്പറേഷൻ്റെയും സിഡ്കോയുടെയും ചെയർമാനായി പ്രവർത്തിച്ച രാമചന്ദ്രൻ CPI സംസ്ഥാന കൗൺസിൽ അംഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായി പ്രവർത്തിച്ചിരുന്നു. 2012 മുതൽ 2016 വരെ CPI കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. രാമചന്ദ്രൻ 2016 കരുനാഗപ്പള്ളിയിൽ നിന്നും 14ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കരുനാഗപ്പള്ളി അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, തൊടിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലയിൽ പ്രവർത്തിച്ച രാമചന്ദ്രൻ KMML യൂണിയൻ നേതാവ് എന്ന നിലയിൽ കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ അവസാന വാക്കായിരുന്നു. മികച്ചൊരു പൊതുപ്രവർത്തകനെയും സഹകാരിയുമാണ് രാമചന്ദ്രൻ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ പി സിറിയക് ജോൺ, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ പി സിറിയക് ജോൺ 2023 നവംബർ 30 അന്തരിച്ചു. 1933 ജൂൺ 11 ജോൺ മറിയാമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച സിറിയക് ജോൺ ചെറുപ്രായത്തിൽ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ആകർഷനായി പൊതുരംഗത്തെത്തി. കോട്ടയം ജില്ലയിലെ പാല മരങ്ങാട്ടുപള്ളിയിൽ നിന്നും SSLC വരെയുള്ള പഠനത്തിന് ശേഷം വയനാട്ടിലെ കട്ടിപ്പാറയിലേക്ക് കുടിയേറിയ സിറിയക് ജോൺ ആദ്യം തൻ്റെ പിതാവിനോടൊപ്പം കാർഷിക വൃത്തിയിലാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് കോൺഗ്രസിൻ്റെ താമരശ്ശേരി മണ്ഡലം പ്രസിഡന്റായ അദ്ദേഹം കൽപ്പറ്റ മണ്ഡലത്തിൽ 1970 ആദ്യമായി 4ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവമ്പാടി മണ്ഡലം നിലവിൽ വന്നപ്പോൾ 1977, 80, 82 വർഷങ്ങളെ തുടർച്ചയായി 3 തവണ അദ്ദേഹം അവിടെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1982 കരുണാകരൻ മന്ത്രിസഭയിൽ കൃഷിവകുപ്പ് മന്ത്രിയായെങ്കിലും 1.5 വർഷത്തിന് ശേഷം രാജിവെച്ചു. പിന്നീട് ജോസ് കുറ്റ്യാനി, KK ബാലകൃഷ്ണൻ എന്നിവരോടൊപ്പം കോൺഗ്രസ് വിട്ട സിറിയക് ജോൺ കോൺഗ്രസ് എസിൽ ചേർന്നു. കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം കോൺഗ്രസ് എസിൽ NCP ലയിച്ചപ്പോൾ NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തുടർന്ന് സംസ്ഥാന പ്രസിഡന്റുമായി. പിന്നീട് കോൺഗ്രസ് തിരിച്ചെത്തിയ സിറിയക് ജോൺ ദീർഘകാലം KPCC നിർവാഹക സമിതി അംഗമായിരുന്നു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. താമരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള സംസ്ഥാന സഹകരണ മാർക്കറ്റിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ്, റബ്ബർ ബോർഡ് അംഗം എന്നീ നിലകളിൽ സിറിയക് ജോൺ പ്രവർത്തിച്ചു. മലയോര കുടിയേറ്റ മേഖലയിൽ നിന്ന് ഉയർന്നുവരുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സിറിയക് ജോണിൻ്റെ വിയോഗത്തിലൂടെ ലാളിത്യം കൈമുതലാക്കിയ മികച്ച പൊതുപ്രവർത്തകനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ കാനം രാജേന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറി അംഗവും മുൻ MLA-യുമായ കാനം രാജേന്ദ്രൻ 2023 ഡിസംബർ 8 അന്തരിച്ചു. കോട്ടയം ജില്ലയിലെ വാഴൂർ കാനം കൊച്ചു കളപ്പുരയിൽ പരമേശ്വരൻ നായർ ചെല്ലമ്മ ദമ്പതികളുടെ മകനായി 1950 നവംബർ 10 ജനിച്ച കാനം പഠനകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തെ സജീവമായിരുന്നു. 19ാം വയസ്സിൽ ASF സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 23ാം വയസ്സിൽ AYF സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം തൻ്റെ യുവജന സംഘടനയെ കേരളത്തിൽ വേരോട്ടമുള്ളതാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അതിനായി അംഗീകാരമായി കാനം തൻ്റെ 25ാം വയസ്സിൽ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളും മുൻനിരക്കാരുമായിരുന്ന NE ബാലറാം, MN ഗോവിന്ദൻ നായർ, C അച്യുതമേനോൻ, TV തോമസ്, PK വാസുദേവൻ നായർ, വെളിയം ഭാർഗവൻ എന്നീ മഹാരഥന്മാർക്കൊപ്പമുള്ള പ്രവർത്തനാനുഭവങ്ങളിലൂടെ കാനത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കൂടുതൽ തിളക്കമർന്നതായി. 2 തവണ CPI കോട്ടയം ജില്ലാ സെക്രട്ടറിയെ കാനം 1982 87 വായൂരിനെ പ്രതികരിച്ചു. 7-8 നിയമസഭകളിലായി 9 വർഷം നിയമസഭാംഗമായി. അതിനിടയിൽ തൊഴിലാളി സംഘടനയിലെ ശ്രദ്ധയൂന്നിയ കാനം 2006 AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. തൊഴിലാളി നേതാവായിരിക്കെ അസംഘടിത മേഖലയിൽ നിരവധി തൊഴിലാളി സംഘടനയ്ക്ക് രൂപം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പുതുതലമുറ ബാങ്കിംഗ്, ഓൺലൈൻ വിപണനം, കലാപ്രവർത്തകർ, സിനിമാ സാങ്കേതിക രംഗത്തുൾപ്പെടെ ആദ്യമായി തൊഴിലാളി സംഘടന രൂപീകരിച്ചത് കാനം രാജേന്ദ്രൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തൊഴിലാളികളുടെ അവകാശ സമരങ്ങളുടെ മുന്നണിയിൽ കാനം എന്ന പേര് അടയാളപ്പെട്ടു. CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു കാനം രാജേന്ദ്രൻ. 2015 കോട്ടയം സമ്മേളനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറിയായ കാനം പിന്നീട് 2 തവണ കൂടി തെരഞ്ഞെടുക്കപ്പെടുകയും തൻ്റെ അവസാന നാൾ വരെ പദവിയിൽ തുടരുകയും ചെയ്തു. കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ CPIയുടെ പ്രസക്തിയും പ്രാധാന്യവും സ്ഥാപിച്ചെടുക്കുന്നതിൽ കരുത്തുറ്റ നേതൃപാടവം കാട്ടിയ കാനം രാജേന്ദ്രൻ ആകസ്മിക വിയോഗം CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിനൊന്നാകെ കനത്ത നഷ്ടമാണ്. ശ്രീ K കുഞ്ഞിരാമൻ, CPI മുൻ സംസ്ഥാന കമ്മിറ്റിക്കും തൃക്കരിപ്പൂർ MLA-യുമായിരുന്ന K കുഞ്ഞിരാമൻ 2023 ഡിസംബർ 13 അന്തരിച്ചു. ചെറുവത്തൂർ
തുരുത്തി കണ്ടൻമാടിൽ KV കുഞ്ഞമ്പ് വൈദ്യരുടെയും K കുഞ്ഞിമാണിക്കത്തിൻ്റെ മകനായി 1943 നവംബർ 10 K കുഞ്ഞിരാമൻ ജനിച്ചു. വിദ്യാർത്ഥി കാലത്ത് തന്നെ പൊതുപ്രവർത്തനത്തിൽ താൽപ്പര്യം കാട്ടിയ കുഞ്ഞിരാമൻ AKG ആണ് KSFൽ ചേർത്തത്. വൈദ്യരായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് മകനെ തൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വടകര സിദ്ധാശ്രമത്തിൽ സംസ്കൃതം പഠിക്കാനും തുടർന്ന് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ വൈദ്യം പഠിക്കാനും അയച്ചു. അവിടെയും KSF സജീവമായിരുന്നു. കുഞ്ഞിരാമൻ 1960-70 കാലത്ത് KSF സംസ്ഥാന വൈസ് പ്രസിഡന്റും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായി തുടർന്ന് KSYF അവിഭക്ത കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്, തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിന് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1979-84 ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. CPIM കാരിയിൽ ബ്രാഞ്ച് സെക്രട്ടറി, ചെറുവത്തൂർ ലോക്കൽ സെക്രട്ടറി, നീലേശ്വരം ഏരിയ സെക്രട്ടറി, കാസർഗോഡ് ജില്ല രൂപവൽക്കരിച്ചപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ പദവികളിലും കുഞ്ഞിരാമൻ വഹിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം, തോട്ടം തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി, നീലേശ്വരം ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ചെയർമാൻ, DCC അംഗം, TDC അംഗം, ഔഷധി ഡയറക്ടർ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഡയറക്ടർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച K കുഞ്ഞിരാമൻ 1994 മുതൽ 2004 വരെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായും 24 വർഷം CPIM സംസ്ഥാന കമ്മിറ്റിയും പ്രവർത്തിച്ചു. 2006-ലും 2011-ലും കേരള നിയമസഭയിലേക്ക് തൃക്കരിപ്പൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പൊതു താൽപ്പര്യങ്ങൾക്ക് കൂടി നിലകൊള്ളുകയും രാഷ്ട്രീയത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത ഒരു ജനകീയ നേതാവിനെയാണ് K കുഞ്ഞിരാമൻ്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. KP വിശ്വനാഥൻ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ 2023 ഡിസംബർ 15 അന്തരിച്ചു. 1940 ഏപ്രിൽ 22 കുന്നംകുളം ആത്താറ്റ് കുറുക്കൻപാറ കല്ലയിൽ പാങ്ങൻ്റെയും പാറുക്കുട്ടിയുടെയും 9ാമത്തെ മകനായി ജനിച്ച വിശ്വനാഥൻ MGD ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. കേരളവർമ്മ കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായ ശേഷം ഇംഗ്ലീഷിൽ ബിരുദം നേടി. കേരളവർമ്മയിൽ ബാസ്കറ്റ്ബോൾ ടീം ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. ഹോക്കിയിലും അത്ലറ്റിക്സിലും പ്രാവീണ്യം നേടിയിരുന്നു. 1963 യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായ വിശ്വനാഥൻ 64 എറണാകുളം ലോ കോളേജിൽ നിയമപഠനത്തിനെത്തുകയും 67 യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റാവുകയും ചെയ്തു. 1970 തൃശൂർ DC സെക്രട്ടറിയായ വിശ്വനാഥൻ 1977 തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം മണ്ഡലത്തിന് വിജയിച്ചു നിയമസഭയിലെത്തി. 80 വീണ്ടും അദ്ദേഹം മണ്ഡലത്തിന് വിജയിച്ചു. ഇടതുമുന്നണിക്കൊപ്പം കോൺഗ്രസിൽ ആന്റണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു. 1987 മുതൽ കൊടകരയിലേക്ക് മാറിയ വിശ്വനാഥൻ തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 20 വർഷം ആ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി. 1991 മുതൽ 1994 വരെ K കരുണാകരൻ്റെയും 2004 മുതൽ 2005 വരെ ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിസഭകളിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വനസംരക്ഷണത്തിലും കൈവരിച്ച നേട്ടത്തിന് ആൻറ്റി നാർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അവാർഡും മികച്ച പാർലമെന്റേറിയനുള്ള മാതൃകാ സാമാജിക അവാർഡും KP വിശ്വനാഥൻ ലഭിച്ചിട്ടുണ്ട്. സഹകരണ രംഗത്ത് വലിയൊരു മാതൃകയും സാന്നിധ്യവുമായിരുന്നു KP വിശ്വനാഥൻ. ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ കർമ്മനിരതനായിരുന്ന ഒരു നേതാവിനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. TH മുസ്തഫ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ TH മുസ്തഫ 2024 ജനുവരി 14 അന്തരിച്ചു. ആലുവ ചാലക്കൽ തോട്ടത്തിൽ കോട്ടപ്പുറത്ത് കുടുംബത്തിൽ ഹൈദ്രോസ് ഫാത്തിമ ബീവിയുടെ ദമ്പതികളുടെ മകനായി 1941 ഡിസംബർ 7 ജനിച്ച TH മുസ്തഫ തൻ്റെ 16-ാം വയസ്സിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. 1957 യൂത്ത് കോൺഗ്രസ് വാഴക്കുളം മണ്ഡലം പ്രസിഡന്റായതും മുതൽ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായ TH മുസ്തഫ 1978 കോൺഗ്രസ് വളർന്നപ്പോൾ ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയ പക്ഷത്തിനൊപ്പം ചേർന്നു. തുടർന്ന് എറണാകുളം DCC പ്രസിഡന്റ് K കരുണാകരൻ്റെ വിശ്വസ്തനുമായി മാറിയതോടെ സംഘടനാ രംഗത്ത് TH മുസ്തഫ കരുത്തനായി. തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളിലൊന്ന് മണിക്കൂറുകളോളം സദസ്സിനെ പിടിച്ചെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള പ്രസംഗിക്കാനുള്ള വൈഭവമായിരുന്നു. 1977 ആലുവയിൽ നിന്ന് ആദ്യമായി 5ാം കേരള നിയമസഭയിൽ അംഗമായി. TH മുസ്തഫ 1982, 1987, 1991, 2001 വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 7ാം കേരള നിയമസഭയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവായിരുന്ന മുസ്തഫ K കരുണാകരൻ മന്ത്രിസഭയിൽ 1991-95 വരെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു. സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാനായും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാനുമായും CL ഡയറക്ടറായും പ്രവർത്തിച്ചു. മുസ്തഫ INTUC സംസ്ഥാന ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്നു. കേരളത്തിൽ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രത്യേക താൽപ്പര്യമെടുത്തിരുന്നു. മുസ്തഫ റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ രൂപീകരിച്ച കാലം മുതൽ അതിൽ സജീവമായിരുന്നു. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ പ്രസിഡന്റായിരിക്കെ ഫെഡറേഷൻ്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. TH മുസ്തഫ അവസാനം മത്സരിച്ചത് 2023 നവംബർ 26 നടന്ന ആലുവ കുന്നത്തുനാട് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പാനൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പൊതുവിലും പെരുമ്പാവൂർ കുന്നത്തുനാട് മേഖലകൾക്ക് പ്രത്യേകിച്ചും അവസാന കാലഘട്ടം വരെ പ്രിയപ്പെട്ട നേതാവായിരുന്നു TH മുസ്തഫ. നിര്യാണത്തിൽ സൗമ്യവും ഹൃദ്യവും ഇടപെടലിലൂടെ സഹപ്രവർത്തകരുടെയും സാധാരണക്കാരുടെയും ഹൃദയം കവർന്ന ഒരു നേതാവിനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അന്തരിച്ച മഹത് വ്യക്തികളുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.